ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പാത്രികൽ വികാരിയും അമേരിക്കൻ അധിപതിരാസനത്തിന്റെയും ആർച്ച് ബിഷപ്പുമായിരിക്കുന്ന എൽദോമോർ തീത്തോസ് തിരുമേനിയാണ് നമ്മോടൊപ്പമുള്ളത്. അമേരിക്കൻ അധിപതിരാസനത്തിന്റെ സഭയുടെ വളർച്ചയെക്കുറിച്ചും ആനുകാലികമായ പ്രശ്നങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും സഭാസംബന്ധമായി നാം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള വലിയതായ കാഴ്ചപ്പാടുകളെക്കുറിച്ചും യൂത്ത് അതുപോലെ തന്നെ മറ്റ് എല്ലാ വിശ്വാസികളെയും എങ്ങനെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ആകർഷിച്ചുകൊണ്ട് സഭയിൽ സജീവമായി പ്രവർത്തിക്കാമെന്ന് നമുക്ക് പരിചയപ്പെടുത്തുവാനും അതിൽ കൂടുതൽ എങ്ങനെ ഇൻവോൾവ്മെന്റ് ചെയ്യാമെന്നും കാണിച്ചു തരുവാനും സഭാ സമൂഹം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ ആ വലിയതായ തണലിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ദൈവതിരുനാമത്തിന് വേണ്ടി ഒരുങ്ങുവാൻ, ജനത്തെ ഒരുക്കുവാൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നുള്ള വലിയതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അതുപോലെ തന്നെ അഭിവന്ദ തിരുമേനി ഗോട്ടിമലയിലും കാനഡയിലും മറ്റ് പ്രദേശങ്ങളിലും അമേരിക്കൻ അധിപതിരാസനത്തിന്റെ മറ്റ് സ്റ്റേറ്റുകളിലും സന്ദർശിക്കുകയും അവിടെ വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും പ്രത്യേകിച്ച് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വരുന്നത് ഇന്ന് നമ്മോടൊപ്പം അഭിവന്ദ തിരുമേനി അഭിമുഖത്തിലൂടെ ഷെയർ ചെയ്യുകയാണ്. പ്രത്യേകം അഭിവന്ദ തിരുമേനിയോടുള്ള വലിയതായ സന്തോഷം, സ്നേഹം, വിധേയത്വം, പ്രാർത്ഥന എല്ലാം ഈ സമയത്ത് ദൈവത്തിനുമുമ്പാകെ സമർപ്പിക്കുന്നു. നമുക്ക് അഭിവന്ദ തിരുമേനിയുടെ അഭിമുഖത്തിലേക്ക് പ്രവേശിക്കാം. His Eminence Eldomor Titos, Archbishop of the Malangara Archdiocese of North America. His Eminence was consecrated as Bishop by the Patriarch of Antioch and of all the East, by the late blessed His Holiness Ignatius Saka Aiwas I on January 4th, 2004. And appointed as the Archbishop of the Malangara Archdiocese of North America. His Eminence has extensive theological training from the premier Orthodox theological seminaries, Malay Kurishadera, Malangara Syrian Orthodox Theological Seminary in Kerala, St. Ephraim Patriarchal Seminary, Damascus, and St. Vladimir Seminary in New York. His Eminence is pursuing for his doctoral studies. Moreover, he is a postgraduate in mathematics and holds a bachelor's degree in education. He has worked as a teacher of mathematics. His Eminence has translated and published many books, one of which is for the Malangara Syrian Orthodox Sunday School Archdiocese, called A Guide to the Holy Kurbano. His Eminence has very strong organizational leadership skills. He was the president of Christian Student Movement in UC College, Aliway, president of YMCA in Kerala chapter. He is a promoter of ecumenical movements all over the USA. His Eminence started serving the Holy Altar at the age of 9 and was ordained as a deacon by the late Kadavilmor Athanasios at the age of 12. He belongs to the famous Patakal family in Perumbavoor, Kerala. His Eminence Eldomor Titos Tirumeni, മലങ്കര ടിവിയിലേക്ക് സ്വാഗതം. മലങ്കര ടിവിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് അമേരിക്കൻ അധിപതിരാസനത്തിന്റെ മെത്രാപ്പോലീത്ത അഭിവന്ദി എൽദോമോർ തീത്തോസ് തിരുമേനിയാണ്. അദ്ദേഹത്തോടൊപ്പം മലങ്കര ടിവിയുടെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട വർഗീസ് ചാലിശ്ശേരി അച്ഛൻ, മലങ്കര അധിപതിരാസന ട്രഷറർ സാജു മാരോത്ത്, മലങ്കര ടിവി ഡയറക്ടേഴ്സ് സുനിൽ മഞ്ഞരിക്കര, എലിയാസ് വർക്കി എന്നിവരോടൊപ്പം. ഗുഡ് ഈവനിങ് തിരുമേനി. ഗുഡ് ഈവനിങ്. മലങ്കര ടിവിക്ക് വേണ്ടി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ആഗോള സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ കീഴിലുള്ള ഈ അധിപതിരാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ 4 പതിറ്റാണ്ട് മുമ്പ് വിശുദ്ധ മദ്ബായുടെ പടികൾ ചവിട്ടുന്ന ആ ഒരു അവസരത്തെ ഓർത്ത് എങ്ങനെ ചിന്തിക്കുന്നു? 1980 ജനുവരിയിലാണ് ഞാൻ മദ്ബഹായിൽ പ്രവേശിക്കുന്നത്. അന്ന് 9 വയസ്സേ ഉള്ളൂ. എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മാതാവും പിതാവും പള്ളിയുമായിട്ടും സഭയിലെ ഭദ്രാസന തലത്തിലുള്ള പരിപാടികളായിട്ടും വളരെ അടുത്ത് നിന്നിരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ രീതിയിൽ വിശുദ്ധ ദേവാലയവുമായിട്ടും പള്ളിയിലെ ശുശ്രൂഷകളുമായിട്ടും കൂടുതൽ അടുത്ത് പെരുമാറുവാനും അതിൽ താല്പര്യമുണ്ടാകുവാനും ഒരു അവസരമുണ്ടായി. അതിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ കൂടുതലായിട്ട് നമ്പിക്കുകയാണ്. കാര്യത്തിൽ ക്രിസ്തീയമായ ഒരു അടിസ്ഥാനം നൽകുവാനായിട്ട് അവർക്ക് വളരെ അതിൽ വിജയിക്കുവാൻ സാധിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയാണ് അന്ന് തന്നെ മദ്ബഹായിൽ പ്രവേശിപ്പിച്ചത്. കോതമംഗലം വിശുദ്ധ മർത്തമറിയം വലിയ പള്ളിയിൽ വെച്ചാണ് ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് മദ്ബഹായിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം അതിൽ കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു. പുണ്യശ്ലോകനായ കടവൽ തിരുമേനിയുടെ കൂടെ സുറിയാനി പഠിക്കുവാനായിട്ട് തിരുമേനി ബലഹീന എന്നെ തിരഞ്ഞെടുത്തു. എന്നെ പ്രത്യേകം ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ
താമസിക്കുവാനും അതുപോലെ തന്നെ സുറിയാനി പഠിക്കുവാനുമായിട്ടുള്ളതായ ഒരു അവസരവും ലഭിച്ചു. അതിൽ നിന്നാണ് പിന്നീട് ഇന്നുവരെയുമുള്ളതായ വളർച്ചയ്ക്ക് ഒരു ബേസ് അതാണ്. കാലം ചെയ്ത പരിശുദ്ധ പാത്രിയർക്കീസ് ഇഗ്നാത്യസ് ചക്കാപ്രഥമൻ പാത്രിയർക്കീസ് ബാവയുമായിട്ടുള്ള അങ്ങയുടെ ആത്മബന്ധം. കാലം ചെയ്ത പുണ്യശ്ലോകനായ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പിതൃതുല്യമായ ഒരു സ്ഥാനമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. പ്രത്യേകിച്ച് മലങ്കരയിൽ നിന്നും ആർക്ക് ലഭിക്കാത്തതായ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ 5ാം പട്ടം സ്വീകരിക്കുന്ന മുതൽ മെത്രാപ്പൊലീത്ത സ്ഥാനം വരെയുമുള്ളതായ 5 സ്ഥാനങ്ങൾ പരിശുദ്ധ പിതാവിൽ നിന്നാണ് സ്വീകരിക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചത്. അത് മലങ്കരയിൽ മറ്റാർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യമാണ്. പരിശുദ്ധ പിതാവിൻ്റെ അപ്പോസ്തലിക കൽപ്പന പ്രകാരം 1997 ഞാൻ ഡമാസ്കസിലെ പാത്രിയർക്ക സെമിനാരിയിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിൻ്റെ പാത്രിയർക്കേറ്റ് അരമനയിൽ ഓഫീസിൽ മലങ്കര സഭയുടെ കാര്യദർശിയായിരുന്ന 1ാം സെക്രട്ടറി അഭിനന്ദനായ യൂലിയോസ് തിരുമേനിയോട് ചേർന്ന് മലങ്കര സഭയുമായിട്ടുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും അത് സഹായിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. തുടർന്ന് ഒരു ദയറാക്കാരനാകുവാൻ, ഒരു റംബാച്ചനാകുവാനായിട്ട് പരിശുദ്ധ പിതാവ് അതിനെക്കുറിച്ച് ചോദിക്കുകയും എൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും മുഖാന്തരം 1998 സെപ്റ്റംബറിൽ ദയറ സ്ഥാനത്തേക്ക് എന്നെ വിളിച്ച് വേർതിരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഡമാസ്കസിലെ മാർ സെദനായിലുള്ള സെൻറ് എഫ്രൈം സെമിനാരിയിൽ മറ്റ് ശമാശന്മാരോടും മറ്റ് വൈദികരോടും ദയറാക്കാരോടും ചേർന്ന് ജീവിക്കുവാൻ 2-3 കൊല്ലം താമസിക്കുവാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ മലങ്കര സഭയിലുള്ളതായ ഇന്ത്യക്ക് പുറത്തുള്ള പല തിരുമേനിമാരും അന്ന് നമ്മുടെ വൈദിക വിദ്യാർത്ഥികളായിരുന്നു, എൻ്റെ കൂടെ സഹപാഠികളായിരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഉണ്ടായതായ ആ ഒരു കാലഘട്ടം പിന്നീട് എനിക്ക് ലഭിച്ചതായ ഒരു ഫോർമേഷന് വളരെ പ്രയോജനപ്പെട്ടു. എല്ലാവരെയും അടുത്തറിയുവാനും ഇന്ത്യക്കും ഇന്ത്യയിലേക്ക് പുറത്തുള്ളതായ എല്ലാ ഭദ്രാസനങ്ങളെയും അവിടുത്തെ വിവിധ സംസ്കാരത്തെയും തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും അല്ലെങ്കിൽ മനസ്സിലാക്കുവാനുമുള്ളതായ ഒരു അവസരം ലഭിച്ചു. പരിശുദ്ധ പിതാവ് 98 എന്നെ ദേറാക്കാരനാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് അവിടെ വന്നിരുന്നു. മാതാവിനെ അന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞ് ഇന്നും ഓർക്കുകയാണ്. കാരണം അവിടെ നിന്ന് പോകുന്ന സമയത്ത് വളരെ ഇമോഷണലായിട്ട് മാതാവ് സംസാരിക്കുമ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ വളരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഈ മകനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല, ഹി ഈസ് അണ്ടർ മൈ കൺട്രോൾ ആൻഡ് ഐ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ഹിം എന്ന് പറയുകയുണ്ടായി. അത് ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. കാരണം അതിന് പിന്നീട് ഉണ്ടായ പല അനുഭവങ്ങളിലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും അത് ആ വാക്ക് പരിശുദ്ധ പിതാവ് അന്ത്യം വരെയും കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയുവാൻ പരിശുദ്ധ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങ് ഇവിടെ ചുമതലയേൽക്കുന്ന 2004 ഫെബ്രുവരിയിലാണ് ഈ അധിപതിരാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിട്ട് ചുമതലയേൽക്കുന്നത്. 2004 ഇവിടെ വരുമ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങൾ, വളരെ കുറച്ച് പള്ളികൾ, ഭദ്രാസനം വളരെ ഒരു കാറ്റും കോളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ. 2004 നിന്ന് 2014 ഈ അധിപതിരാസനത്തിൻ്റെ വിപിനിയിലുള്ള ഈ വലിയ വിശാലമായ പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഞാൻ 2000 ഓഗസ്റ്റ് 15 മുതൽ അമേരിക്കയിൽ പഠിക്കുവാനായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഇഗ്നാത്യസ് സാഖാവന്ദമൻ ബാവായുടെ കൽപ്പന പ്രകാരം അന്ന് ഇവിടുത്തെ സുറിയാനി മെത്രാപ്പൊലീത്തയായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ പാത്രിയർക്കീസ് ബാവ ഇഗ്നാത്യസ് അപ്രയം രണ്ടാമൻ, അന്ന് അപ്രയം കൂറിലോസ് തിരുമേനിയുടെ സ്പോൺസർഷിപ്പിലാണ് ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുവാനായിട്ട് ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വരുന്നത്. 2003 ഗ്രാജുവേറ്റ് ചെയ്ത് തിരികെ പോകുന്നവരെയും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ വിവിധ ഇടവകളിൽ പോയി സന്ദർശിക്കുവാനും സുറിയാനി പള്ളികളിലും നമ്മുടെ മലങ്കര ആർച്ച് ഡയസിന്റെ കീഴിലുള്ളതായ പള്ളികളിലും സന്ദർശിക്കുവാനും വൈദികരുമായിട്ടും ആളുകളുമായിട്ടും വളരെ ഒരു അടുപ്പം സ്ഥാപിക്കുവാനും ഉള്ളതായ ഒരു അവസരം ലഭിച്ചു. എന്നെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുക്കുമ്പോൾ അതായിരിക്കാം ഒരു കാരണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇവിടെ ഉള്ള പള്ളികളും ആളുകളുമായിട്ടുള്ളതായ കുറച്ചുകൂടെ ഉള്ളതായ ഒരു അടുപ്പവും ആ ഒരു അനുഭവമുള്ളത്. പിന്നീട് എന്നോട് പറഞ്ഞത്, ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭദ്രാസനത്തിൽ വളരെയേറെ കാറ്റും കോളും ഉണ്ടായിരുന്നതായ ഒരു സമയമായിരുന്നു. നമ്മുടെ മുൻ മെത്രാപ്പൊലീത്ത ഈ സഭ വിട്ട് മറ്റൊരു വിഭാഗത്തിലേക്ക് കുടിയേറുകയും അതേ തുടർന്ന് പല കേസുകളും പല ഇടവുകളുണ്ടാകുകയും പല വൈദികരും പല ശമാശന്മാരും സഭ വിട്ടു പോവുകയൊക്കെ ചെയ്തതായ ഒരു സന്ദർഭത്തിൽ മലങ്കരയിൽ നിന്നും അഭിനന്ദനായ യുവാനീസ് തിരുമേനിയെ നാം താൽക്കാലികമായിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ ഇവിടെ സ്ഥിരമായിട്ടൊരു മെത്രാപ്പൊലീത്ത വേണമെന്നുള്ളതായ പരിശുദ്ധ പിതാവിൻ്റെ ആഗ്രഹം പരിശുദ്ധ പിതാവ് ഇവിടുത്തെ ഭദ്രാസന കൗൺസിലിനെ അറിയിച്ചു. കാരണം പല കേസുകൾ ഡീൽ ചെയ്യാനുണ്ടായിരുന്നു, പല പള്ളികളിലും ഇന്റേണലായിട്ടുള്ള ആഭ്യന്തര വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒരു മുഴുവൻ സമയം മെത്രാപ്പൊലീത്തയെ എത്രയും പെട്ടെന്ന് വായിച്ചാക്കും എന്നുള്ളതായ ആഗ്രഹം പരിശുദ്ധ പിതാവ് ഇവിടുത്തെ കൗൺസിലിനെ അറിയിച്ചിരുന്നു. എന്നാൽ ബ്രഹ്യനായി എന്നോട് ആ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ ആദ്യം അതിനുള്ള
വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇവിടുത്തെ ചലഞ്ചസിനോടുള്ളതായൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. എന്നാൽ പരിശുദ്ധ പിതാവ് അതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, താങ്കളെ പോലുള്ളതായ ചെറുപ്പക്കാരനായ ഒരു തിരുമേനിയാണ്, ഒരു മെത്രാപ്പൊലീത്തയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യം. അവിടുത്തെ ഭാവി തലമുറയെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് ആവശ്യമായ ഒരു ഉത്തേജനം കൊടുക്കുവാനും ഒരു പ്രായം കുറഞ്ഞ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് കൂടെയാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ എന്നെ നിശ്ചയിച്ചത് എന്ന് പരിശുദ്ധ പിതാവ് കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് 2004 ജനുവരി മാസം 4-ാം തീയതി ഡമാസ്കസിലെ കത്തീഡ്രലിൽ വെച്ച് ബലഹീന എന്നെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് വാഴിക്കുകയുണ്ടായത്, ഈ അമേരിക്കയിലെ ഭദ്രാസനത്തിന് വേണ്ടി. എന്നാൽ തിരികെ ഇവിടെ വന്നതിന് ശേഷം വളരെയേറെ ആദ്യമൊക്കെയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വൈദികരും ജനങ്ങളും ഒന്ന് ചേർന്ന് ഇവിടെ ഒരു ഉറപ്പായ ഒരു ഭദ്രാസനം ഉണ്ടാകണമെന്നുള്ളതായ ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെയും അകൽച്ച ആദ്യമേ കാണിച്ചിരുന്നു ഭദ്രാസനവുമായിട്ട്, സഭയുമായിട്ട്. കാരണം അതിന് മുമ്പുണ്ടായ അനുഭവം വെച്ചുകൊണ്ട്. എന്നാൽ വളരെ വേഗം തന്നെ അവരുടെ വിശ്വാസം നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതിനന്ന് നേതൃത്വം കൊടുത്തതായ നമ്മുടെ യൂത്ത് അസോസിയേഷൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോഴത്തെ നമ്മുടെ ഡീക്കൺ ജോയൽ ജേക്കബാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ശമാശന്മാർ, യൂത്ത് അസോസിയേഷൻ്റെ പല പ്രവർത്തകരും അവരുടെ ഇടയിൽ യുവജനങ്ങളുടെ ഇടയിൽ തന്നെ ശരിയായ ഒരു പ്രവർത്തനം നടത്തി വളരെ വേഗം തന്നെ ഒരു കോൺഫിഡൻസ് അവരുടെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. യുവാക്കളെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, 8 വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കാണാത്തൊരു വ്യത്യാസം മലങ്കര ആർച്ച് ഡയോസിസിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഒത്തിരിയധികം യുവാക്കൾ ശമാശന്മാരായിട്ട് ചേരുന്നതിന് വളരെ സന്നദ്ധയോട് മുമ്പോട്ട് വരികയും യുവാക്കൾ വളരെയധികം മലങ്കര നമ്മളുടെ സഭയുടെ ആക്ടിവിറ്റീസിൽ വളരെയധികം ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ സഭയുമായിട്ടുള്ള ഒരു യുവാക്കളെ അടുപ്പിക്കുന്നതിനുള്ള ഒരു കാഴ്ചപ്പാട് അതിലുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്കതിനകത്ത് ചെറുതായിട്ടൊരു പരിധി വരെയും പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളിൽ സാഹചര്യങ്ങൾ കുറെ മാറി ഇരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ. നമ്മുടെ ഇടവകളിൽ കുറച്ചുകൂടെ യുവജനങ്ങൾക്ക് ആവശ്യമായ ഇൻസ്പിറേഷൻ ലഭിച്ചു. സൺഡേ സ്കൂൾ കുറെ കൂടി ഓർഗനൈസ്ഡായി. അതിൽ പഠിപ്പിക്കുവാനും അതിലൂടെ വളർന്നു വരുവാനും യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകുവാനും, അത് എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിൽ അത് പല പള്ളികളും ഇൻഡിവിജ്വലായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് നിന്നിരുന്നുവെങ്കിൽ പിന്നീട് അത് കുറച്ചുകൂടി കോർഡിനേറ്റ് ചെയ്ത് പല ഇടവുകളും ഒന്നിച്ച് സംയുക്തമായിട്ട് പ്രോഗ്രാമുകൾ നടത്തുവാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു. അത് പരസ്പരമുള്ള ഇപ്പോൾ ന്യൂയോർക്കിലായാലും ന്യൂജേഴ്സിയിലായാലും ഡാളസിലോ കാലിഫോർണിയയിലൊക്കെ ഉള്ള ഷിക്കാഗോയിലൊക്കെ ഉള്ളതായ യുവജനങ്ങൾ തമ്മിൽ കൂടുതലൊരു ഇൻട്രാക്ഷൻ വരുവാനിടയായി. അവർ തമ്മിൽ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിന് നമുക്ക് ആ ഇടവുകളെ ഒന്നിച്ചൊരു കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനൊരു വേദി ഉണ്ടാക്കാൻ സാധിച്ചു. ചെറുപ്പക്കാർ മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ കൂടുതൽ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താലൊന്നും അവർ വരില്ല. അപ്പോൾ അവരിൽ കൂടുതലൊരു താല്പര്യം ജനിപ്പിക്കുവാനായിട്ട് യുവാക്കന്മാർക്ക് നമ്മുടെ കൂടെ സഭയോട് ചേർന്ന് ഭദ്രാസനത്തോട് ചേർന്ന് നിന്നിരുന്നതായ അല്പം കുറച്ച് യുവജനങ്ങളുണ്ടായിരുന്നു. അവരുടെ തന്നെ പ്രവർത്തനമാണ് അതിലേറ്റവും കൂടുതലായിട്ട് ശ്ലാഘിക്കേണ്ടത്. വൈദികരായ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരായ കാര്യത്തിൽ വളരെയേറെ സഹകരിച്ചു എന്നുള്ളതും ഞാൻ എടുത്തു പറയേണ്ടതാണ്. അതിഭദ്രാസനത്തിൻ്റെ കീഴിൽ വളരെയധികം യുവാക്കൾ ശമാശന്മാരായിട്ട് അഭിവന്ദ്യ തിരുമേനിയുടെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സെമിനാരി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞ ഡെലിഗേറ്റ്സ് അപ്രൂവൽ തന്നു. ഏകദേശം $1 മില്യൺ പ്രൊജക്റ്റാണ് ഡെലിഗേറ്റ്സ് അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങയുടെ മുമ്പോട്ടുള്ള പ്ലാൻ ഇതേക്കുറിച്ച്? കഴിഞ്ഞ ഡെലിഗേറ്റ്സ് മീറ്റിംഗ് മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് നമ്മുടേതായ ഒരു സെമിനാരി ഉണ്ടായി വരിക. ഈ രാജ്യത്ത് ഉള്ള പള്ളികളിൽ ഇവിടെ ജനിച്ചു വളർന്നതായ കുട്ടികൾ വൈദിക വൃത്തിയിലേക്ക് കടന്നു വരികയും ആ പള്ളികളെ ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ ഒരു ലക്ഷ്യമാണ്. വൈദിക യോഗങ്ങളിൽ അത് ആവർത്തിച്ച് പല പ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ട്. ഡെലിഗേറ്റ്സ് മീറ്റിങ്ങിലും അതനുസരിച്ച് നമ്മൾ ഒരു പുതിയ ആസ്ഥാനം വേണമെന്നുള്ള ചിന്ത വരുമ്പോഴൊക്കെയും സെമിനാരി കൂടി അതിനോട് ചേർന്ന് വേണമെന്ന് ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ദൈവം കൃപ ചെയ്ത് കഴിഞ്ഞ ഡിസംബർ മാസം 2-ാം തീയതിയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതായി ഈ വിപ്പിനി പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായത്. ഇപ്പോൾ ഇതിനകത്തൊരു പള്ളിയും ഒരു പാഴ്സനേജും ഉണ്ട്, നിങ്ങൾക്ക് കാണാം.
എന്നാൽ ഭാവിയിൽ ഒരു സെമിനാരി അതുപോലെ തന്നെ ഭദ്രാസന ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഓഫീസ് കെട്ടിടങ്ങൾ അതൊക്കെ ചേർന്നൊരു ഒരു നല്ല ഒരു കെട്ടുറപ്പുള്ള ഒരു ആസ്ഥാനമാണ് നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ ഫുൾ ടൈം ഒരു സെമിനാരി കോഴ്സിന് ചേർന്ന് പഠിപ്പിക്കുവാനോ അങ്ങനെയുള്ളൊരു എത്രത്തോളം അത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അറിയത്തില്ലെങ്കിലും നമ്മുടെ സാഹചര്യം വെച്ചുകൊണ്ട് കഴിഞ്ഞത്ര കുട്ടികളെ ഇവിടെ താമസിപ്പിച്ച് അല്ലെങ്കിൽ ഒക്കേഷണലായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് നമ്മൾ സമ്മറിൽ അവധി സമയത്ത് ശുമാശന്മാരെ കൂട്ടി വരുത്തി പരിശീലനം കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ ഈ സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഡാളസിൽ അല്ലെങ്കിൽ ഫിലഡൽഫിയയിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലായിട്ടാണ് അത് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭദ്രാസനത്തിൽ 23 ശുമാശന്മാരുണ്ട്. ഈ വർഷം ഇനിയും കൂടുതൽ ശുമാശന്മാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശുമാശന്മാർ ആയിട്ടുള്ളവരും ആകുവാൻ ആഗ്രഹിക്കുന്നവരുമായ കുഞ്ഞുങ്ങൾ ആ പരിശീലന കാലത്ത് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ഒരു ട്രെയിനിങ് കൊടുക്കാവുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഭദ്രാസനത്തിൻ്റെ ഒരു ലക്ഷ്യം. കാരണം സഭയുടെ ഇടവകളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു വലിയ പരിധി വരെയും അവിടുത്തെ വൈദികരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഇടവകൾക്ക് ഒരു ശക്തിയായ ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ പരിശീലനം ലഭിച്ചതായ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചതായ വൈദികരെ നമ്മൾ ഇനി വരുന്ന കാലങ്ങളിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. നാട്ടിൽ നിന്ന് വൈദികരെ കൊണ്ടുവരുന്നത് അത്ര പ്രായോഗികമല്ല. ഇവിടെയുള്ള വൈദികരാണെങ്കിലും പലരും വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനവും ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ ശുശ്രൂഷയിൽ. പലർക്കും കിട്ടാത്ത ഒരു അപൂർവ ഭാഗ്യമാണ് അങ്ങേക്ക് കിട്ടിയത്, പരിശുദ്ധ പാത്രിക്കീസ് ബാവയെ തിരഞ്ഞെടുക്കുവാനുള്ള ഭാഗ്യം. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ഉള്ള ഒരു ബിഷപ്പായിരുന്നു പരിശുദ്ധ പാത്രിക്കീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹവുമായിട്ട് അങ്ങേക്കുള്ള ആത്മീയ അടുപ്പം, കാരണം 1996 മുതൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവ അമേരിക്കയിലുണ്ട്. കഴിഞ്ഞ 2004 മുതൽ അങ്ങും അമേരിക്കയിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ, 2000 ഓഗസ്റ്റ് 15 മുതൽ ഞാനിവിടെ ഉണ്ട്. അത് വരുവാനായിട്ട് ഇടയാക്കിയത് തന്നെ പരിശുദ്ധ ഇപ്പോഴത്തെ പാത്രിക്കീസ് ബാവയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഞാൻ ഡമാസ്കസിലെ പാത്രിക്കേറ്റിലായിരുന്നപ്പോൾ ഇവിടുത്തെ അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്നുള്ള സുറിയാനി ഈസ്റ്റേൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ പാത്രിക്കീസ് ബാവ അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്നത് സംബന്ധിച്ചുള്ള സാധ്യതകളെ കുറിച്ച് പരിശുദ്ധ പിതാവ് അറിയിച്ചതും ആ രീതിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ മുൻ പുണ്യശ്ലോകനായ കാലം ചെയ്ത പാത്രിക്കീസ് ബാവയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മലങ്കരയിൽ നിന്നും മറ്റാർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യം ആണ് ഈ കാര്യത്തിലും എനിക്ക് ലഭിച്ചത്. അതായത് കഴിഞ്ഞ 14 വർഷത്തോളം ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്ന വ്യക്തികളെന്നുള്ള നിലയിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് സഹോദര മെത്രാപ്പൊലീത്തമാരെന്നുള്ള നിലയിൽ അടുത്ത് താമസിച്ചിരുന്നതായ പ്രവർത്തിച്ചിരുന്നതായ വ്യക്തികളെന്നുള്ള നിലയിൽ അദ്ദേഹം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും വാഴിക്കപ്പെടുകയും സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തപ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഒരു പക്ഷേ ഞാനായിരിക്കും. കാരണം മറ്റ് നമ്മുടെ സഭയിലെ പല മെത്രാപ്പൊലീത്തമാരുമായിട്ട് തിരുമേനിക്ക് പരിശുദ്ധ പിതാവിന് വളരെ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട് എങ്കിൽ തന്നെയും ഇത്രത്തോളം അടുത്ത് പെരുമാറുവാനോ അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ സാഹചര്യം മറ്റാർക്കും ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിലും ഞാൻ വളരെ സന്തോഷിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് ഏറ്റവും നല്ല ഒരു ഇടയനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മലങ്കര സഭയുമായിട്ടും ഇവിടുത്തെ ഭദ്രാസനവുമായിട്ടും ഒക്കെയും ഏറെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധ പിതാവിൻ്റെ ശുശ്രൂഷകൾ വരും കാലങ്ങളിൽ നമ്മുടെ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും വിശ്വാസവും. ഇപ്പോൾ വിഷ്വൽ മീഡിയയുടെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആത്മീയ പിതാക്കന്മാർ പോപ്പടക്കം പരിശുദ്ധ പാത്രിക്കീസ് ബാവയടക്കം ഉള്ള ആത്മീയ പിതാക്കന്മാർ ഒരു സോഷ്യൽ മീഡിയയിലുള്ളൊരു ആക്റ്റീവാണ്. അങ്ങ് അത് വളരെയധികം ആക്റ്റീവാണ്. യുവാക്കൾ ഇടയ്ക്ക് പറയാറുണ്ട് ഹൈടെക് തിരുമേനിയാണ് ഞങ്ങൾക്കുള്ളത്. മറ്റുള്ളവർ പറയാറുണ്ട് ഫ്ലൈയിങ് തിരുമേനിയാണ്. കാരണം അങ്ങ് ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ ഗോട്ടിമാലയിലാണ് അല്ലെങ്കിൽ കാനഡയിലാണ്. ഒരു പള്ളിക്കും ഇന്ന് വരെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് തിരുമേനി കിട്ടാറില്ല എന്ന്. ഏകദേശം എത്ര മണിക്കൂർ അങ്ങ് യാത്ര ചെയ്യാറുണ്ട്? നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഒരു ജോഗ്രഫി അനുസരിച്ച് വളരെയധികം മണിക്കൂറുകൾ ട്രാവൽ ചെയ്യേണ്ടതായ എയർ ട്രാവൽ ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്.
പലരും ചിന്തിക്കുന്ന പോലെ തിരുമേനി ഇങ്ങനെ പറന്നു നടക്കുകയാണ് അല്ലെങ്കിൽ സുഖിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഇവിടെ ഇപ്പോൾ നാട്ടിലെ ഓരോ പള്ളികളിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ ഞായറാഴ്ചയിലും ഓരോ വീക്കെൻഡിലും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. ഫ്ലൈറ്റിലേ പോകാൻ സാധിക്കുകയുള്ളൂ, എന്നാൽ എത്തുകയുള്ളൂ. ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിയുന്നതും ഇടവകളിൽ പരാതി ഇല്ലാതിരിക്കുവാൻ പാകത്തിന് കഴിയുന്നത്ര ഇപ്പോൾ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളായിട്ടാണ് പോകേണ്ടി വരുന്നത്. പിന്നെ അപ്പോൾ എയർ ട്രാവൽ ചെയ്യേണ്ടതായ അത് ഇവിടുത്തെ ഒരു ആവശ്യമാണ്, ഒരു ആഡംബരമല്ല. അമേരിക്കയിൽ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് യാത്രയാണ് അതിനകത്ത് കൂടുതൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ളതും ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളതും അതാണ്. പിന്നെ എല്ലാ ഇടവകൾക്കും നമ്മളൊരു തുല്യ നീതി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൂരെയാണ് എന്നതുകൊണ്ട് ഒരു പള്ളിക്കാരെയും അവഗണിക്കാനോ നമ്മൾ പോകാതിരിക്കാനോ ശ്രമിക്കാറില്ല. അതുകൊണ്ട് എല്ലാ പള്ളികളിലും കഴിയുന്നിടത്തോളം എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. അതുതന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതായൊരു രീതി. സോഷ്യൽ മീഡിയ സംബന്ധിച്ച് പറഞ്ഞത് ശരിയാണ്. കാരണം കൂടുതലായിട്ട് നമുക്ക് ആളുകളെ ഔട്ട്റീച്ച് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫിസിക്കലായിട്ട് ഒരു ഓഡിയൻസിനെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കൂടുതൽ ആളുകളെ, ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ആളുകളെയും നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഭദ്രാസനത്തിലെ കാനഡയിലും അമേരിക്കയിലും ഉള്ളതായ വിവിധ സംസ്ഥാനങ്ങളിലുള്ളതായ ആളുകളുമായിട്ട് വളരെ ഒരു ക്ലോസ് നെറ്റ്വർക്ക് എനിക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു സഹായമാണ്. ഇവിടുത്തെ മാത്രമല്ല, ഇന്ത്യയിലുള്ള നമ്മുടെ പല വ്യക്തികളുമായിട്ടും തിരുമേനിമാരും അല്ലെങ്കിൽ യുവജനങ്ങളുമായിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുള്ള നമ്മുടെ സഭയുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള പല ആളുകളുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുവാനും സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു മിനിസ്ട്രി ഈ ഭാഗത്ത് സംസ്ഥാനങ്ങളിൽ കേരളത്തിലുള്ളവരുണ്ട്, കേരളത്തിന് പുറത്തുള്ളവരുണ്ട്, പല വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെയും ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കും. പലരും എന്നോട് വൈദിക വൃത്തിയിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ സാഹചര്യം സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അതാത് ബിഷപ്പുമാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അതിന് ചെയ്യേണ്ടതായ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പറയുവാനും അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഇന്ന് തന്നെ പലരും സഭാപരമായ പല സംശയങ്ങളും ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കൗൺസിലിംഗ് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഒക്കെ ഇതിൽ കൂടെ നടക്കുന്നുണ്ട്. ചിലർ ചിന്തിക്കും ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, അതുമാത്രമായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ അതിലുപരിയായിട്ട് കൂടുതൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുവാനായിട്ട് സഭാപരമായിട്ടും തിയോളജിക്കലായിട്ടും വേദശാസ്ത്രപരമായിട്ടും നമുക്ക് സ്വാധീനിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഈ സഭാ കേന്ദ്രവുമായി ഭദ്രാസന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ട് പിരിവ് കൂടെ ഉദ്ദേശിച്ചാണല്ലോ ഓരോ പള്ളികളിൽ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഭവനങ്ങൾ സന്ദർശിക്കാനായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾ അവിടെ എടുക്കും. ഭവനങ്ങൾ ഇപ്പോൾ അമേരിക്കയിലെ ഒരു കോണ്ടെക്സ്റ്റിൽ മിക്കവാറും വൈകിട്ടൊക്കെയാണ് ആരെയും കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മിക്കവാറും പകൽ സമയത്ത് ഫ്രീ ടൈമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവിടെ എന്തെങ്കിലും കാഴ്ചകൾ കാണുവാനായിട്ടോ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക, അതിലൂടെ അതും ഒരു ഇൻ്ററാക്ഷൻ ആണല്ലോ. മറ്റുള്ളവർക്കത് മനസ്സിലാക്കുവാനും ആ രാജ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതും ഒരു സഹായകമാണ്. ടീച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അഭിവന്ധ്യ തിരുമേനി മാത്തമാറ്റിക്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ട്, പിന്നെ BEd എടുത്തിട്ടുണ്ട്, കുറച്ച് നാൾ കണക്ക് പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിവ്, അല്ലേ? അതെ, ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. 10ാം ക്ലാസ്സിൽ 10ലും 9ലും മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിച്ചിരുന്നത്. എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു വിഷയമാണ് മാത്തമാറ്റിക്സ്. പലർക്കും അതൊരു ബാലികേറാ മലയാണെങ്കിൽ തന്നെയും വളരെ മനസ്സിലാക്കിയാൽ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് മാത്തമാറ്റിക്സ് തോന്നിയിട്ടുള്ളൂ. അത് പഠിപ്പിക്കുമ്പോഴാണെങ്കിലും വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. എൻ്റെ പല സ്റ്റുഡൻസും ഇപ്പോൾ ഇവിടെ അമേരിക്കയിലുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ, അവർ പറയുമായിരുന്നു ഈ വടിയില്ലാതെ, അന്നൊക്കെ അധ്യാപകർ വടിയെടുക്കും, അതിൽ ഏറ്റവും കൂടുതൽ വടി ഉപയോഗിക്കുന്നത് കണക്ക് അധ്യാപകരാണ് സാധാരണ. അപ്പോൾ അവർ പറയുമായിരുന്നു വടിയില്ലാതെ അവരെ കണക്ക് പഠിപ്പിച്ചിട്ടുള്ള ഞാൻ മാത്രമാണെന്നുള്ള രീതിയിൽ അന്ന് പറയുമായിരുന്നു. ഇപ്പോൾ പിന്നെ വടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നാട്ടിലില്ല. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിക്കുവാനും സാധിക്കുമായിരുന്നു. ആ കാലം വളരെ സന്തോഷകരമായിരുന്നു. അധ്യാപകൻ എന്നുള്ളതിൽ ഞാൻ
പൂർണ്ണ തൃപ്തനാണ്. ഈ ശിക്ഷണ നടപടികളുടെ കാര്യം പറഞ്ഞപ്പോൾ തിരുമേനി എപ്പോഴും ശിക്ഷണ നടപടികൾ പിമ്പിലേക്കാണ് എന്ന് ഇവിടെയും തീർച്ചയായിട്ടും അത് കാര്യങ്ങളിലും അത് ഈ അധ്യാപകർ ഉപയോഗിക്കുന്ന വടിയെക്കുറിച്ച് പറയുന്നത് അത് അധ്യാപകൻ്റെ വീക്ക്നെസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് അധ്യാപകൻ്റെ കഴിവുകേടാണ് അല്ലെങ്കിൽ കഴിവ് കുറവാണ് ആ വടിയുടെ സാന്നിധ്യം പ്രകടമാക്കുന്നത് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു ഇതുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ശിക്ഷണ നടപടിയിലൂടെ അല്ല നമ്മൾ പലപ്പോഴും ആളുകളെ നേടുവാൻ സാധിക്കുന്നത്, സ്നേഹത്തിലൂടെയാണ്. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ അനുവർത്തിക്കുന്ന ഒരു ഭാഗമാണ്. പലരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാൻ ശിക്ഷണ നടപടികളിൽ വളരെ പിറകിലാണെന്ന്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥാനം വെച്ചുകൊണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ നടപടി എടുക്കേണ്ടി വരുന്നു എന്നുള്ളതിൽ എനിക്ക് ഏറെ ദുഃഖമുണ്ട് താനും. പക്ഷെ അത് സഭയുടെ നന്മയെ കരുതിയാണ്, അച്ചടക്കത്തെ പ്രതിയാണ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ശിക്ഷണ നടപടികൾക്ക് അത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തിനും കണ്ട അവിടെ തന്നെ അവരെ ശിക്ഷിക്കണമെന്നോ ഉള്ള ഒരു ചിന്ത എനിക്കില്ല. അങ്ങ് ഒത്തിരി യാത്ര ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സഞ്ചരിക്കുന്നു. അരമനയിൽ വരുമ്പോൾ ഭക്ഷണ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ, ഇവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, അടുത്തെങ്ങും വീടുകളില്ല. സാധാരണ അരമനകളിൽ കാണുന്ന പോലെ കുശിനിക്കാരില്ല, ഡ്രൈവേഴ്സ് ഇല്ല, എല്ലാം ഒറ്റയ്ക്ക് എന്നുള്ളൊരു ഇവിടെ വന്ന് കാണുമ്പോൾ പാത്രം കഴുകുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് പലപ്പോഴും കാണപ്പെടുന്നത്. അതും അമേരിക്കയിലെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. പലരും ചിന്തിക്കുന്നത് അമേരിക്കയിലെ തിരുമേനിയാകുമ്പോൾ വളരെ ആഡംബരപൂർവ്വം ജീവിക്കുന്നു, മറ്റാർക്കും ഒരു അവസരം പോലും കൊടുക്കാതെ തനിയെ സുഖിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ തന്നെയും അമേരിക്കയിൽ വന്നിട്ടുള്ളവർക്ക് അഭിനന്ദ തിരുമേനിമാർക്ക് അറിയാം, വൈദികർക്കറിയാം, ആത്മായക്കാർക്കും അറിയാം, ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതായ ആളുകൾക്കറിയാം. ഇവിടുത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു ഡ്രൈവറെ ഫുൾ ടൈം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയെ വെച്ചുകൊണ്ടോ, ഇപ്പോൾ ശമാശന്മാരാണെങ്കിലും അവർ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെയൊന്നും മുഴുവൻ സമയമായിട്ട് നമ്മുടെ കൂടെ നിർത്തുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കില്ല. ഭാവിയിലുണ്ടാകുമായിരിക്കും. അപ്പോൾ കുറേയൊക്കെ ഞാൻ മാത്രമല്ല ഇവിടെയുള്ള ആളുകളും അച്ഛന്മാരൊക്കെ അതെ. അപ്പോൾ അത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുക, സ്വന്തമായിട്ട് ഗ്രോസറി വാങ്ങിക്കുക, ഷോപ്പിംഗ് നടത്തുക, അതൊക്കെ ഒരു അമേരിക്കൻ ജീവിതത്തിൻ്റെ. ഇപ്പോൾ പുതിയ പോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ അതിശയത്തോടെ പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെയും അർജൻറ്റീനയിലെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഇതുപോലെ ആയിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അഭിമന്യ തിരുമേനി വിവിധ സെമിനാരികളിൽ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ, ഡമാസ്കസിൽ, അമേരിക്കയിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. pursuing for a doctoral studies. എന്താണ് പുതിയ thesis? പഠിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അന്ത്യം വരെയും തുടരേണ്ട ഒരു പ്രക്രിയയാണ്. നമ്മൾ ഇപ്പോൾ ഫോർമലായിട്ട് പഠിച്ചില്ലെങ്കിലും നമ്മൾ ഓരോ ദിവസവും പല കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PhDക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് അതിൻ്റെ പിന്നിലാണ്. എന്നാൽ പലവിധമായ തിരക്കുകൾ ഉള്ളപ്പോൾ അതിനോട് നീതി പുലർത്താൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ ഭദ്രാസനത്തിൻ്റെ വിവിധ കാര്യങ്ങളും സന്ദർശനങ്ങളും യാത്രകളും വളരെയധികം വരുന്നത് കൊണ്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല. എന്നാലും ഞാനിപ്പോൾ PhD സ്റ്റുഡൻ്റാണ്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു ഭാഗത്ത് ശാന്തമായിട്ട് വരുമ്പോൾ പിന്നെയും നമ്മുടെ പല ഭാഗത്തും ചില ആവശ്യങ്ങൾ, ഒരു ബിഷപ്പിൻ്റെ ആവശ്യങ്ങൾ വരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ തിരുമേനി ഗോട്ടിമാലയിലായിരുന്നു, സൗത്ത് അമേരിക്കയിൽ. ഏകദേശം ഒരാഴ്ചയോളം ഇവിടെയാണ്. 8 ലക്ഷം വിശ്വാസികൾ, കത്തോലിക്ക വിശ്വാസികൾ ഓർത്തഡോക്സ് സഭയിലേക്ക്, സിറിയൻ ഓർത്തഡോക്സ് സഭയിലേക്ക് മാറിയതായിട്ട് അറിഞ്ഞു. ആ വിശ്വാസികളുടെ സമൂഹം ഗോട്ടിമാലയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? അങ്ങനെയൊക്കെയാണ് അതിൻ്റെ
പരിശുദ്ധ പാത്രിക്കീസ് ബാബു അങ്ങയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടിട്ട് അങ്ങേ അവിടുത്തെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു എന്നറിഞ്ഞു. അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു ഓതറൈസേഷൻ നൽകിയിട്ടില്ല. കാരണം അവിടെ ഒരു ബിഷപ്പ് ഇപ്പോൾ നമ്മുടെ സഭയുടേതായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ സഭയിലേക്ക് അവരെ ചേർന്നതിന് ശേഷം അവിടുത്തെ തിരുമേനി ബലഹീന എന്നെ ക്ഷണിച്ചു. ലബനോനിൽ വെച്ച് അദ്ദേഹം ഔദ്യോഗികമായിട്ട് എന്നെ ക്ഷണിച്ചു. പരിശുദ്ധ പാത്രികീസ് ബാബയുടെ അനുവാദത്തോടുകൂടെ ആണ് ഞാൻ പോയത്. ഒക്ടോബർ മാസം 19 മുതൽ 24 വരെയുള്ള 6 ദിവസങ്ങൾ. Ahora no solamente el Ave María y oraciones a la Virgen, sino, dado que estamos aquí también al lado del cementerio, va a orar por todos los fieles difuntos, especialmente por todos los familiares de todos los sanjuaneros, para que el Señor los tenga en la gloria. അവിടെ ചെലവഴിക്കാൻ സാധിച്ചു. പറഞ്ഞതുപോലെ 8 ലക്ഷത്തിലധികം പേര് അവിടെ ഇപ്പോൾ നമ്മുടെ സഭയുടെ ആരാധനകളിലും പാരമ്പര്യത്തിലും നിൽക്കുന്ന ജനസമൂഹമുണ്ട്. അതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു ആത്മീയ ഉണർവ് ആ സ്ഥലത്തുണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചു. കാരണം ഇപ്പോൾ നമ്മുടെ സഭയിൽ നാട്ടിലുള്ളതുപോലെ തന്നെ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ളതായ താല്പര്യം, മണിക്കൂറുകൾ യാത്ര ചെയ്ത് കുർബാനയ്ക്ക് വരുവാൻ. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ 2 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുർബാനയ്ക്ക് വന്നവരുണ്ട്. കാരണം യാത്രാ സൗകര്യങ്ങൾ പരിമിതമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, വളരെ ഒരു പുരോഗതി അത്രയും ഇല്ലാത്തൊരു രാജ്യമാണ് ഗോട്ടിമാല. പല ഗോത്രങ്ങളാണ് അവിടെ ഉള്ളത്. പല കുന്നുകളിലും മലകളിലുമായിട്ട് താമസിക്കുന്നവരുണ്ട്. ചിലയിടത്ത് ബോട്ടിൽ യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെയും അത്രയും ബുദ്ധിമുട്ടി. നമ്മുടെ പണ്ട് നാട്ടിലുണ്ടായിരുന്നതുപോലെ ഉള്ളതായ വിഷമത്തിൽ അത്രയും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും യാത്രാ സൗകര്യങ്ങൾ കുറവുണ്ടെങ്കിലും ആ വിശ്വാസത്തിൽ അവർ തീക്ഷ്ണതയുള്ളവരാണ്. അവർ വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് വലിയ അവർ ഇടദിവസങ്ങളാണെങ്കിൽ പോലും വലിയ സ്വീകരണങ്ങൾ ഒരുക്കി ഓരോ സ്ഥലങ്ങളിലും അത് ക്രമീകരിച്ചു. ഒരു നാട്ടിൽ എനിക്ക് തോന്നുന്നൊരു കോതമംഗലം പള്ളി പെരുന്നാൾ പോലെയോ അല്ലെങ്കിൽ മഞ്ഞിനിക്കര പെരുന്നാൾ പോലെയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സമാനപ്പെടുത്താവുന്ന I am very overwhelmed by the reception, the grand reception that we have accorded to our Lord this evening. Estoy impresionado por el recibimiento que me han dado y por esta hermosa procesión y por esta celebración que tenemos en esta അത്രയും കുറേ ഫോട്ടോകൾ ഇടാൻ സാധിച്ചു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു താല്പര്യം, പരിശുദ്ധ സഭയോടുള്ളതായ താല്പര്യം ആണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഞാനാണ് പരിശുദ്ധ സഭയിൽ നിന്നും
അവർ സഭയിലൊക്കെ ചേർന്നതിന് ശേഷം സഭയുടേതായിട്ടൊരു മെത്രാപ്പൊലീത്ത ഔദ്യോഗികമായിട്ട് പോകുന്നത് ഞാനാണ്. ഞാനത് അവിടെ കത്തീഡ്രലിൽ പറയുകയും ചെയ്തു. പരിശുദ്ധ സഭയോടുള്ളതായ അവരുടെ ആ ഒരു സ്നേഹവും വിധേയത്വവുമാണ് അതിലൂടെ അവർ പ്രകടിപ്പിച്ചത്. വളരെ നിഷ്കളങ്കരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നേറ്റീവ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളാണ്. പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്. കോമൺ ആയിട്ട് അവർ സ്പാനിഷ് ആണെങ്കിൽ തന്നെയും വിവിധ ഭാഷകൾ മായൻ കൾച്ചറിലുള്ള ആളുകൾ മുതലുണ്ട്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. പല പല ഗോത്രങ്ങളുള്ള ആൾക്കാരുണ്ട്. അവരുടെ വേഷവിധാനങ്ങൾ തന്നെ ചില ഓരോ ഗോത്രങ്ങൾ ഡിഫറെൻ്റാണ്, ലാംഗ്വേജ് ഡിഫറെൻ്റാണ്. പക്ഷെ അവരൊക്കെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇപ്പോൾ അവിടെയുള്ള തിരുമേനി മോർ യാക്കോബ് എഡ്വാർഡോ തിരുമേനിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാലം ചെയ്ത പുണ്യശ്ലോകനായ പാത്രീസ് ബാബ അവസാനമായിട്ട് വായിച്ച മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹത്തെ വളരെ കത്തോലിക്ക സഭയിലും വളരെയേറെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അവർക്കൊരു സെമിനാരി ആരംഭിച്ചത് അദ്ദേഹമാണ്. അവിടെ ഒരു ഓർഡർ, കാത്തലിക് ഓർഡർ ഫോം ചെയ്ത അദ്ദേഹമാണ്. പക്ഷേ പല കാരണങ്ങളാൽ അദ്ദേഹം കത്തോലിക്ക സഭയിൽ നിന്നും അവരുടെ ഗോട്ടിമാലയിലെ കത്തോലിക്ക സഭയുടെ പ്രവർത്തനത്തിൽ അതൃപ്തരായിട്ടാണ് അവർ അതിൽ നിന്ന് മാറുകയും എന്നാൽ ഒരു അപ്പോസ്തലിക സഭയിൽ നിൽക്കണമെന്നുള്ളതായ അവരുടെ ഒരു താല്പര്യം കൊണ്ടാണ് നമ്മുടെ സഭയിലൊക്കെ ചേർന്നത്. കാലിഫോർണിയയിലെ അഭിനന്ദന മോർ ക്ലീമിസ് തിരുമേനിയാണ് അതിന് ഒരു കോണ്ടാക്ട് പേഴ്സണായിട്ട് വന്നത്. പരിശുദ്ധ സുനോദോസിൽ 2011 അത് സമർപ്പിച്ചു. അദ്ദേഹത്തെയും അത് പഠിക്കാനായിട്ട് ചുമതല ഏൽപ്പിച്ചു. 12 തിരിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. 2012 അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ സഭയിലേക്ക് ചേർന്നതിന് ശേഷം ഒരു മെത്രാപ്പൊലീത്ത വിസിറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ തിരുമേനിയുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു അവരുടെ ഓരോ ആ ഒരു സ്വീകരണ രീതികൾ. അതിൽ തിരുമേനി വളരെ സംതൃപ്തനാണ്. കാരണം കത്തോലിക്ക സഭയിൽ നിന്ന് വളരെയേറെ ഏലിനേഷൻ, ഒരു അകൽച്ച അവർക്കുണ്ടായിരുന്നു. അവരവിടെ അനൗൺസ് ചെയ്തു, പബ്ലിക്കായിട്ട് പല പ്രാവശ്യം അനൗൺസ് ചെയ്തു, ഞങ്ങൾക്കിതുവരെയും ഒരു സഭയുടെ ഭാഗമായിട്ട് ഫീൽ ചെയ്തിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു ആഗമന സഭയുടെ ഭാഗമാണെന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്കും അത് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചു. ഇനിയും എനിക്ക് തോന്നുന്നത് വിവിധ പരിശുദ്ധ പാത്രീസ് ബാബ തന്നെ കഴിയുമെങ്കിൽ അടുത്ത വർഷം അവിടെ സന്ദർശിക്കാനായിട്ട് സമ്മതം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നീട് സഭയുടെ വിവിധ പല തിരുമേനിമാരും അവിടെ പോകാനും ആ ഒരു റിലേഷൻ കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ജനസംഖ്യയാണ് അവിടെ ഉള്ളത്. 8 ലക്ഷത്തോളം പേരെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴും അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ കമ്മ്യൂണിറ്റികൾ നമ്മുടെ നാട്ടിലെ കുടുംബ യൂണിറ്റുകളെ പോലെ വിവിധ കമ്മ്യൂണിറ്റികളാണ് അവിടെ ഉള്ളത്. അങ്ങനെ പല കമ്മ്യൂണിറ്റി ചേർന്ന ഓരോ പാരീഷസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാരീഷുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരുണ്ട്. പിന്നെ സെമിനാരിയിൽ 50ഓളം പേരുണ്ട്. സെമിനാരിയിലാണ് ഞാൻ 1-2 ദിവസങ്ങൾ താമസിച്ചത്. അപ്പം മിക്കവാറും പല സ്ഥലങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഒക്കെയും അവസരം ലഭിച്ചു. അവരുടെ സ്നേഹ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള അവസരം ലഭിച്ചു. അത് വലിയ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് വലിയൊരു സന്തോഷം നൽകിയൊരു സന്ദർശനമായിരുന്നു അത്. തിരുമേനിയും വളരെ സന്തുഷ്ടവാനായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, പല കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഒരാളേ ഉള്ളൂ. ഈ 8 ലക്ഷം പേർക്ക് ഇപ്പോൾ ആ ഒരു തിരുമേനിയേ ഉള്ളൂ. അപ്പോൾ തിരുമേനി അവിടെ പോയി സുനോസിൽ പങ്കെടുത്തു, അവിടുന്ന് പെർമിഷൻ കിട്ടി, വായിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതല്ലാതെ അവർക്ക് സഭയുടേതായിട്ട് മറ്റൊരു നറിഷ്മെൻറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഉദ്ദേശിച്ചതെങ്കിലും വളരെ ഹെക്റ്റിക്കായ പ്രോഗ്രാംസായിട്ട് മാറി. കാരണം എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വേറെ കമ്മ്യൂണിറ്റികളിൽ പോവുക, അത് 9,000 11,000 അടി മുകളിലുള്ള ഓരോ സ്ഥലങ്ങളിലാണ്. അതെ, ചില സ്ഥലങ്ങളിൽ ബോട്ടിൽ യാത്ര ചെയ്തു ഓരോ കമ്മ്യൂണിറ്റി കാണുവാനായിട്ട്. അപ്പോൾ അവരൊക്കെയും അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മറന്നു പോകും. എന്നാലും അത് വളരെ ഹെക്റ്റിക് ആക്കിയത് തിരുമേനി പറഞ്ഞത് കാരണം ഇതാണ്. അവിടെ ഒരു തിരുമേനി മെത്രാപ്പൊലീത്ത സഭയെ പ്രതികരിച്ച് വരുമ്പോൾ അവർ പലതും പ്രതീക്ഷിക്കുന്നു. സഭയുടെ ഭാഗത്തു നിന്നുള്ളതായ ആ ഒരു പൈതൃകമായ ഒരു സന്ദർശനമായിട്ട് തന്നെ കാണുന്നു. എനിക്ക് തോന്നുന്നത് പരിശുദ്ധ സിംഹാസനത്തോടുള്ള ആ ഒരു വലിയ സ്നേഹവും ബഹുമാനവുമാണ് എന്നോട് കാണിച്ചത്. പേരെഴുതിയ ബാനർ മാത്രമല്ല, അവർ ബലൂണുകൾ അവിടുത്തെ രീതിയിലനുസരിച്ച് ബലൂണുകളൊക്കെ പറപ്പിക്കുന്നു.
ബാൻഡ് സെറ്റ് എൻ്റെ ബയോഗ്രഫി അനൗൺസ് ചെയ്തുകൊണ്ടാണ് റിസപ്ഷൻ പ്രൊസഷനിൽ പോകുന്നത്. അതെ, എനിക്ക് തന്നെ അങ്ങനെ ഒരു ഐ വാസ് സോ ഹംബിൾഡ് ടു സീ ദാറ്റ് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ പാത്രീസ് ബാവയുടെ പടം ഒരു ഭാഗത്തും എൻ്റെ പടം ഒരു ഭാഗത്തുമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ദാറ്റ്സ് എ സർപ്രൈസ് ഫോർ യു എന്ന് പറഞ്ഞു. ഞാനും വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. നമ്മുടെ ഭദ്രാസനം ഇവിടെ അടുത്തായതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് പല കാര്യങ്ങളിൽ അവരെ സഹായിക്കാൻ സാധിക്കും. ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നുള്ളെങ്കിലും തിരുമേനിയോട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഭാഗത്തു നിന്ന്, സഭയുടെ ഭാഗത്തു നിന്ന് അവർക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. കാരണം അദ്ദേഹത്തിനും കൂടുതൽ ഒരു നമ്മളോട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ടായിരിക്കാം, നമ്മളുടെ ഏകദേശം കൾച്ചറോ നമ്മുടെ ഒരു രീതി അതുകൊണ്ടായതുകൊണ്ടായിരിക്കാം, അതെ, ക്ലൈമറ്റും എല്ലാം, അത് നമ്മളോട് കൂടുതൽ ഒരു ആഭിമുഖ്യം, കൂടുതൽ ഒരു പ്രോക്സിമിറ്റി അവർക്ക് തോന്നുന്നുണ്ട്, ഒരു അഫിനിറ്റി തോന്നുന്നുണ്ട്. നമ്മൾ പറയുന്ന സംസാരത്തിലായാലും നമ്മുടെ പെരുമാറ്റത്തിലായാലും ഭക്ഷണരീതി. ഞാനവിടെ ചെന്നിട്ട് കപ്പ ചുട്ടത്, പയറ്, ചോറ്, കപ്പങ്ങ തുടങ്ങിയ അതൊക്കെയാണ്. അപ്പോൾ കപ്പങ്ങ ജ്യൂസ്, കപ്പങ്ങ അല്ലാതെ സമയത്തുണ്ട്, ചെറുപയറുണ്ട്, കറുത്ത പയറുണ്ട്, കപ്പ ചുട്ടതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പൈസി ആയിട്ട് തോന്നിയില്ല. കൂടുതൽ കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ കുർബാനകളായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് കൂടുതൽ സുനോദോസിന് വരുമ്പോഴാണെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും കൂടുതൽ നമ്മളുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആതുര രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ നമ്മുടെ ഭദ്രാസനമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഭാഗത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം ഇപ്പോൾ ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഒന്ന് നമുക്കിവിടെ നമ്മുടെ ഭദ്രാസനത്തിലൊരു സ്പാനിഷ് അച്ഛനുണ്ടല്ലോ, ഫാദർ ഫൗസ്റ്റീനോ അച്ഛനുണ്ട്. അച്ഛനും അവരുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാമോ എന്നുള്ള കാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് നമ്മുടെ യൂത്ത് മിനിസ്ട്രി അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി അവർക്കും ഹെൽപ്ഫുൾ ആവാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അവിടെ പള്ളികൾ പണിയാനോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ പള്ളികൾ പണിയുന്നു. അവർ സിമ്പിളായിട്ട് പണിയുന്നത്, അവിടെ ക്ലൈമറ്റിൽ അത് മതി, വളരെ ഷീറ്റ് അടിച്ചിട്ട് അവർ തന്നെ സെൽഫായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ശ്രമദാനം നടത്തിയിട്ടാണ് അവർ അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ടീമിനെ വിട്ട് കഴിഞ്ഞാൽ, ഒരു യൂത്ത് ടീമിനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഫൈനാൻഷ്യലി എത്രത്തോളം നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ചെയ്യാൻ സാധിക്കും. അവിടുത്തെ സെമിനാരിക്കെങ്കിലും നമുക്ക് ചെറുതായിട്ടൊരു അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മലങ്കരയിലെ സെമിനാരിക്ക് ഹോളണ്ടിലെ കാലഞ്ചിത ശ്രീശക്തി തിരുമേനിയാണ് വളരെയധികം സഹായം ചെയ്ത് നമുക്കിപ്പോൾ അത്രയും ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഉള്ളത്. ഇല്ലെങ്കിലും മലങ്കരയിൽ നമ്മുടെ സെമിനാരി വളരെ ശുഷ്കിച്ചു പോയേനെ. മലകുരിശിലും ഒക്കെയുമായിട്ട് അങ്ങനെ പെരുമ്പള്ളിയിലൊക്കെ ആയിട്ടായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നാൽ അതിനൊരു അത്ര ശക്തമായൊരു പിന്തുണ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് അത്രയും അത് ബൂസ്റ്റ് ചെയ്തത്. എന്നതുപോലെ നമുക്കിവിടെ ഓൾറെഡി അവിടെ സൗകര്യങ്ങളുണ്ട്. എങ്കിലും അവിടെ വരുന്ന വിദ്യാർത്ഥികൾ കുറച്ച് സാമ്പത്തികമായിട്ട് അധികം ഹൈ ലെവലിലുള്ളവരല്ല. അപ്പോൾ അവിടുത്തെ ചിലവുകൾക്കും അല്ലെങ്കിൽ അവരുടെ പഠനങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ, ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി വരുന്ന കൗൺസിലിലും അതുപോലെ ഡെലീറ്റ്സ് മീറ്റിലൊക്കെ കാര്യം പ്രസൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തെ നമ്മുടെ അടുത്ത ഫാമിലി കോൺഫറൻസിന് ഇൻവൈറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ കൂടുതലൊരു ഇൻട്രാക്ഷൻ ഈ ഭാഗത്ത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അഭിനന്ദിയ ഈ ഗോട്ടിമാലയിലെ തിരുമേനി ഈ 2014 ഫെബ്രുവരിയിൽ നമ്മുടെ മഞ്ഞനിക്കര പെരുന്നാളിന് വന്ന് പങ്കെടുത്തിരുന്നു, സന്ദർശിച്ചിരുന്നു. അദ്ദേഹം വളരെ അതിനകത്ത് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ട് കുറച്ചുകൂടി ഒരു അടുപ്പം തോന്നുന്ന ഒരു വിഭാഗമാണ് അവിടെ ഉള്ളത്. അത് അവിടെ പോയി കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതിലൂടെ പലരെയും ഇൻസ്പയർ ചെയ്യാൻ എനിക്കും സാധിച്ചു. കാരണം ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നതിലൂടെ ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് പറഞ്ഞതുപോലെ എൻ്റെ യാത്ര കൊണ്ട് അങ്ങനെയും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലും പുറത്തുമുള്ള പല യുവാക്കളും അതിനകത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്നോട് അറിയിക്കുകയുണ്ടായി. തിരുമേനി ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചത് ആരെങ്കിലും മലങ്കര അല്ലെങ്കിൽ മലയാളികൾ അവിടെ ഉണ്ടോ എന്നാണ്. അത് തന്നെ, അതെ. കാരണം എപ്പോഴും നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വിസിറ്റോ അല്ലല്ലോ,
നമ്മൾ പോകുന്നത് സഭയെ പ്രതിനിധീകരിച്ചാണ് പോകുന്നത്, ഒഫീഷ്യൽ വിസിറ്റുകളാണ്. അതൊരു സാക്ഷ്യവുമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സ്ലീവായും കുപ്പായത്തിലുമാണ് യാത്ര ചെയ്യാറുള്ളൂ. അത് തന്നെ ഇപ്പോൾ ഓരോ യാത്ര ചെയ്യുമ്പോഴും അത് പേഴ്സണലി നമുക്ക് ചിലപ്പോൾ ഹരാസ്മെൻറ്റൊക്കെ ഉണ്ട് എയർപോർട്ടുകളിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ. പക്ഷേ എങ്കിൽ പോലും അത് ഞാനതൊരു സാക്ഷ്യമായിട്ട് എടുക്കുകയാണ്. സഭയെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഏനോ പലരും ഇത് നമ്മുടെ വേഷവിധാനങ്ങൾ കണ്ടിട്ട് വന്ന് ചോദിക്കാറുണ്ട്. ഓർത്തഡോക്സ് ചർച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ കോപ്റ്റിക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട്, കാത്തലിക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് പറയാനൊരു ഒക്കേഷൻ ആകുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ആകുന്നു. അപ്പോൾ അതും ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുകയാണ്. അങ്ങേക്ക് യുവാക്കൾക്കായിട്ട് പ്രത്യേകിച്ച് സഭയോട് അടുത്ത് പ്രവർത്തിക്കുന്നതും കൂടുതൽ വരാനിരിക്കുന്ന തലമുറ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനായിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജനിച്ചു വളർന്ന് അമേരിക്കയിൽ ബോൺ ആൻഡ് ബോട്ടം. നമുക്കറിയാം, ഏതൊരു ജനതയും അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറകളാണ്. ഇപ്പം നേതൃത്വം നിരയായാലും ഒരു സംസ്കാരമാണിത്, അത് ഹാൻഡ് ഓവർ ചെയ്ത് പോകേണ്ടത്, അത് കൈമാറി പോകണം ഓരോ തലമുറകൾ കടന്നു പോകുമ്പോൾ. അപ്പോൾ പുതിയ തലമുറയെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ഏതൊരു സമൂഹത്തിൻ്റെയും ആവശ്യകതയാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇപ്പം ഈവൻ ആദിവാസികളാണെങ്കിൽ പോലും എന്തെങ്കിലും അവർക്കാവശ്യമായ രീതിയിൽ അവർ ചെയ്യേണ്ട തൊഴിലുകൾ പഠിപ്പിച്ച് തങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കാനും അവർക്കത് ജീവിച്ചു പോകാനുള്ള കാര്യം ചെയ്യുമല്ലോ. എന്നതുപോലെ ഏത് സമൂഹത്തിലുമുണ്ട്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. കാരണം 2000-ഓളം വർഷങ്ങൾ പഴക്കമുള്ള, അല്ലെങ്കിൽ പഴക്കമെന്ന് പറയുന്നതിനേക്കാളും പാരമ്പര്യം ഉള്ളതായ ഒരു സഭ, ആ സഭയുടെ പല കാര്യങ്ങളും, അടിസ്ഥാന വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഇന്നത്തെ മോഡേൺ ഈ സമയത്ത് എത്രത്തോളം പ്രായോഗികമായിട്ട് ആപ്ലിക്കബിൾ ആകുമെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുടെ യുക്തിക്കും അവർ ജീവിക്കുന്നതായ ഈ തലമുറയിൽ അവർക്കത് പലപ്പോഴും മനസ്സിലാവുന്നതില്ല. ഇപ്പം വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നതായ കോണ്ടെക്സ്റ്റ് അതൊരു മിഡിൽ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ യഹോവ എൻ്റെ ഇടയനാകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള, നമുക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റോ ഉള്ള ഒരു വ്യക്തിക്ക് തോന്നുന്ന പോലെ ആ ഇടയനും ആടും എന്നുള്ള സങ്കല്പം ഒന്നും ചിലപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ, ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങൾ അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാവരുത് ഒരിക്കലും. കാരണം അവർക്ക് ഇഷ്ടംപോലെ വേറെ ചോയ്സുകൾ ഉണ്ട്. ഇവിടെ പല സഭകളുണ്ട്, ഇൻ്റർ ഡിനോമിനേഷൻ ചർച്ചുകളുണ്ട്, നോൺ ഡിനോമിനേഷൻ ചർച്ചുകളുണ്ട്, പിന്നെ പല പെന്തക്കോസ്റ്റൽ, പല പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു സുറിയാനി സഭയുടെ ഭാഗമായി, ഒരു അപ്പോസ്തലിക സഭയുടെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് തന്നെ ഒരു ബോധ്യം വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് എഡ്യൂക്കേഷൻ വളരെ പ്രാധാന്യമാണ്. നമ്മുടെ ചർച്ച് ആക്ടിവിറ്റീസിൽ, സഭയിലെ ഇടവകകളിലെ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഭാഷ അതിനൊരു പരിധിവരെ ഒരു തടസ്സം ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ മലങ്കരയിൽ സുറിയാനി ആരാധനാക്രമങ്ങളെല്ലാം ഏകദേശം എനിക്ക് തോന്നുന്നു 1950s പൂർണ്ണമായിട്ട് മലയാളീകരിച്ച് നമുക്ക് ലഭ്യമായത്. അപ്പോൾ അതിലൂടെ വലിയൊരു വ്യത്യാസം, ജനപങ്കാളിത്തം കൂടുതൽ നമുക്കതിലേക്ക് വരുത്താൻ സാധിച്ചു. എന്നതുപോലെ ഇവിടെ അമേരിക്കയിലുള്ള കുട്ടികളുടെയും ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ, ഇവിടുത്തെ സഭ, ഇവിടുത്തെ ഭദ്രാസനം, അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഭാഷ ആയിരിക്കണം കൂടുതലായിട്ട് അതിനകത്ത് വേണ്ടതെന്നുള്ളതായ ഒരു ന്യായീകരണം, ഒരു ജസ്റ്റിഫിക്കേഷനാണ് അവർ പറയുന്നത്. ഒരു പരിധിവരെ ശരിയുമാണ് താനും. കാരണം നമ്മൾ ജനിച്ചു വളർന്നതായ, നാം പ്രയോഗിച്ചതായ ഭാഷ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പല ഇടവുകളിലും അതിനൊരു വലിയ പരിധി വരെ വ്യത്യാസം വരുത്തിയിട്ടുമുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു, യുവാക്കൾ ഒരു പെർസെൻറ്റേജ് വരെ നമുക്കിപ്പോൾ യുവാക്കന്മാരുണ്ട്, കുട്ടികളുമുണ്ട്. അപ്പോൾ അവർ തന്നെ നമ്മുടെ ഏകദേശം ഒരു പകുതിയോളം ആയി കഴിഞ്ഞു. അഡൾട്ട് കമ്മ്യൂണിറ്റിയുടെ ഏകദേശം അത്രത്തോളം തന്നെ ഈ യുവാക്കന്മാർ ഒരു അണ്ടർ 40 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്നവർ തന്നെ ഏകദേശം അത്രത്തോളം ആയി കഴിഞ്ഞു. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് കൂടുതലാവും. കാരണം ഇമിഗ്രേഷൻ വളരെ സ്ലോ ആണ്. അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണ് ഇനി അതിലേക്ക് മുന്നോട്ട് വരേണ്ടത്.
അപ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു പാരമ്പര്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് ഒരു കാര്യത്തിൽ നാം വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ നാം കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു സഭ എന്നുള്ളത് അവരുടേതായിട്ട് മാറ്റണം. നമ്മൾ ചില യൂത്ത് മീറ്റിങ്ങുകൾ പറയാറുണ്ട്, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഭ എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ സഭ എന്ന് പറയാനായിട്ട് അവരെ പഠിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ യൂത്ത് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഭദ്രാസന തലത്തിലും ഇടവ തലത്തിലും പ്രാദേശിക തലത്തിലും അത് യൂത്ത് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനും സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ യുവജന സംഘടന തന്നെ, യൂത്ത് അസോസിയേഷൻ തന്നെ നമ്മൾ രണ്ടാക്കി ഇപ്പോൾ ഏജ് തിരിച്ചിട്ട് ഒരു യങ് അഡൽട്സ് ഫോറം കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ 25 മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അവർ മോസ്റ്റ് ഓഫ് ദം ദേ ആർ വർക്കിംഗ് പീപ്പിൾ, പുതുതായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് പുതിയ കുടുംബജീവിതം ആരംഭിച്ചിട്ടുള്ളവർ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് 25-ൽ താഴെ ഉള്ളതായ കുട്ടികൾ മിക്കവാറും സ്റ്റുഡൻസ് ആണ്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മറ്റ് പ്രോഗ്രാംസ് അങ്ങനെയും. അപ്പോൾ ആ രീതിയിലത് ഞാൻ പറഞ്ഞ പോലെ പല തലങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. പിന്നെ പല ലിറ്ററേച്ചർ ബുക്സ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ളതായ ആരാധനകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ചുകൂടി അവർ പഠിപ്പിക്കുന്നു, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ യുവജനങ്ങൾക്കും അത് പഠിക്കാവുന്ന രീതിയിൽ അത് വിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു ബുക്ക് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അത് പല ഇടവുകളിലും അത് ഡിസ്കഷനും ഡിബേറ്റിനും ക്യൂസ് പ്രോഗ്രാമിനും ഒക്കെ ആയിട്ട് പലതായിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിലും സന്തോഷിക്കുന്നു. കഴിഞ്ഞ തവണ പരിശുദ്ധ പാത്രികീസ് ബാബുവിനെ മലങ്കര TV ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചത് അഭിനന്ദ തിരുമേനിയോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ പല സർവീസുകളും വളരെ നീണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് മാറി വരുന്ന സാഹചര്യത്തിൽ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് താല്പര്യപ്പെടുന്നു? അതിൻ്റെ പരിശുദ്ധ ബാവ തന്നെ പറഞ്ഞ മറുപടി തന്നെയാണ് എനിക്കും പറയാനായിട്ടുള്ളൂ. പരിശുദ്ധ പിതാവിനകത്ത് കൂടുതൽ സ്വാധീനവും കൂടുതൽ അധികാരവും ഉണ്ട്. നാം ചെയ്തു വരുന്നതായ ഒരു പാരമ്പര്യ രീതികൾ നമുക്കെല്ലാം മാറ്റിമറിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ വി ക്യാൻ അഡാപ്റ്റ് സം ചേഞ്ചസ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വിഷയം സംബന്ധിച്ച് പല പ്രാവശ്യം ഞാൻ ഉൾപ്പെടെയുള്ള ചില വേദികൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ അതിന് ഇത് വരുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് പള്ളിയിൽ ചിലവഴിക്കാനായിട്ട് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അത് മാക്സിമം സമയം ചിലവഴിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിനകത്തുണ്ട്. ഒന്നും കട്ട് ചെയ്യരുത്. കാരണം മറ്റൊരു ദിവസങ്ങളിലും അവർ ജോലിയും കുടുംബവുമായിട്ട് വളരെ ബിസിയാണ് അവർ. അപ്പോൾ അവർക്ക് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിനകത്ത് അതൊന്നും കട്ട് ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിന് വാദിക്കുന്ന കുറേ ആളുകളുണ്ട്. അതേസമയത്ത് ഇപ്പോൾ ഈ ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള കുട്ടികളോട് പറയാറുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റ് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടേതോ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടേതോ ആരാധനകൾ നിങ്ങൾ പോയി കണ്ടാൽ യു വിൽ അപ്രീഷിയേറ്റ് വാട്ട് വി ഡു. കാരണം അതിനേക്കാളും വളരെ ചെറിയ സമയമേ നമ്മൾ എടുക്കുന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പള്ളിയിൽ ഒരു ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അത് എൻജോയ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ പാസീവായിട്ടാണ് എടുക്കുന്നത്. ആളുകൾ പള്ളിയിൽ വരുന്നു, കുർബാന കാണുന്നു, പിരിഞ്ഞു പോകുന്നു. ഈ ചെറുതാക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയും കുർബാന കഴിഞ്ഞിട്ട് സോഷ്യൽ അവറിൽ എത്ര മണിക്കൂർ കൊണ്ട് ഇരിക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അവരത് കഴിഞ്ഞ് പോകാൻ തന്നെ അവർക്ക് കുഴപ്പമില്ല, അവർ ഹാങ് ഔട്ട് ചെയ്തോളും. പക്ഷേ കുർബാന തീരുന്നവരെയും പിടിച്ചു നിൽക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ മനോഭാവമാണ്. എന്താണ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻ ദി ചർച്ച് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായൊരു ധാരണ ഇല്ലായ്ക. രണ്ട്, ഭാഷാ പ്രശ്നം ചില കുട്ടികൾക്ക് ഉണ്ട്. എന്നാൽ അത് മോഡിഫൈ ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ചെറുതാക്കാൻ സാധിക്കും. നമ്മുടെ തന്നെ ലിറ്ററേച്ചറിൽ പല കാര്യങ്ങളും എക്സ്ട്രാ ഉണ്ട്. അങ്ങനെയുള്ള എക്സ്ട്രാസൊക്കെ ഒഴിവാക്കിയിട്ട് വി ക്യാൻ സ്റ്റിക്ക് ഓൺ ടു ദി പ്യുവർ
ദി ഒറിജിനൽ അനാഫോറ ഇറ്റ് സെൽഫ്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഗോട്ടിമാലയിലൊക്കെ നമ്മൾ കുർബാന ചെല്ലുമ്പോൾ അവിടെ 1 മണിക്കൂർ മാക്സിമം ഉള്ളൂ. അപ്പോൾ അതിനകത്ത് തീർക്കാവുന്നേ ഉള്ളൂ. നമുക്കും പല കാര്യങ്ങളിലും അതിനകത്ത് അവോയ്ഡ് ചെയ്യാം. അത് നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് പോകുമ്പോൾ അതിൻ്റെ രീതികൾ ഇപ്പോൾ അത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ മലയാളി ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു മീറ്റിംഗ് ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു ഈശ്വര പ്രാർത്ഥന, ഒരു സ്വാഗതം, ഒരു ഉപക്രമ പ്രസംഗം, പിന്നെ ഉദ്ഘാടന പ്രസംഗം, പിന്നെ ആശംസാ പ്രസംഗങ്ങൾ, പിന്നെ ഒരു ഉപക്രമ പ്രസംഗം. ഇപ്പോൾ ഉപക്രമം കട്ടായി. പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്, കൃതജ്ഞത രേഖപ്പെടുത്തൽ. അപ്പോൾ അത് പല മീറ്റിങ്ങിലും അത് അനാവശ്യമാണ്, വെറുതെയാണ്. ഇപ്പം അത് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതലായിട്ട് വലുതാക്കും എന്ന് പറഞ്ഞാൽ കൃതജ്ഞത സ്വാഗതം ആശംസിക്കുന്ന ആളെ പരിചയപ്പെടുത്താൻ വേറൊരാൾ വിളിക്കുക MC ആയിട്ടോ. അപ്പോൾ അതുപോലെ നമുക്കത് പലതും ചെറുതാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ള പല മീറ്റിങ്ങുകളും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നുമില്ല. മലയാളികളുടെ ഇടയിലാണ് ഈ ഒരു ഫോർമാലിറ്റീസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലിറ്റർജിയിലും വിശുദ്ധ ആരാധനയിലും കുർബാന എന്നുള്ളത് മാത്രമായിട്ട് നിർത്തുകയാണെങ്കിൽ 1 മണിക്കൂർ താഴെ മതി. പക്ഷെ അതിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ്, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ജനങ്ങളും പുരോഹിതനും അതിന് ഒരുക്ക ശുശ്രൂഷകളുണ്ട്, പ്രാർത്ഥനയും തൂയോബോയും ഉണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, തൂയോബോയും മോർണിംഗ് പ്രയറും വിശുദ്ധ കുർബാനയും കഴിഞ്ഞിട്ടുള്ള എത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ പള്ളിയിലെ. മറ്റതെല്ലാം കൂടി 2 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുമെന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം അതിനകത്ത് വലിയൊരു ആ പറയുന്ന കാര്യങ്ങൾ വലിയ ആർഗ്യുമെൻ്റ് ഒരു ലിവറേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും സമയം വിലപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ, വിശ്വാസികൾ പള്ളിയിലുള്ള അത്രയും സമയം അത് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടു പോകാതെ കുർബാനയാണെങ്കിലും ഒരുവിധം മോഡറേറ്റ് സ്പീഡിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിൽ പരിശുദ്ധ സുന്നോദോസ് ഒരു സമയക്ലിപ്തത വച്ചിട്ടുണ്ട്, 1.5 മണിക്കൂർ കൂടാൻ പാടില്ല എന്നൊക്കെ. എന്നതുപോലെ അതിപ്പോൾ നേരത്തെ ചില അച്ഛന്മാർ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ആരാധനാ രീതികളുടെ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഓടുന്നുണ്ട്. ഗോട്ടിമാലയിൽ അങ്ങ് കുർബാന അർപ്പിക്കുന്നു. നമ്മുടെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് കിഴക്കോട്ട് ദർശനമായിട്ട് അങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് മധുബായിക്ക് അഭിമുഖമായിട്ട് എന്നാണ് പുരോഹിതൻ ബലി അർപ്പിക്കുന്നത്. പക്ഷെ ഗോട്ടിമാലയിൽ അങ്ങ് സാധാരണ രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് പടിഞ്ഞാറാട്ട് തിരിഞ്ഞു നിന്നാണ് ബലി അർപ്പിക്കുന്നത്. അതിന് എന്തെങ്കിലും ആ വ്യത്യാസത്തിന് Amen.
കോട്ടിപ്പാലയിൽ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ സഭയിലേക്ക് ചേരുന്ന ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ സുനോദോസിന് അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടെ ഇത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് അവിടെ ഡീറ്റെയിൽ ചെയ്തിരുന്നു, വിശദീകരിച്ചിരുന്നു. അവിടെ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്നാണ് ഈ ജനങ്ങളൊക്കെയും വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നതായ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ രീതി എന്ന് പറയുന്നത് ജനങ്ങളെ അഭിമുഖീകരിച്ച് വിശുദ്ധ കുർബാന ചൊല്ലുന്നതായ ഒരു രീതിയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ അറിയാൻ കഴിഞ്ഞത് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് കത്തോലിക്ക സഭ പോലും ഈ ജനങ്ങളെ അഭിമുഖീകരിച്ച് വിശുദ്ധ കുർബാന ചൊല്ലുന്ന രീതി വന്നത്. അതിന് മുമ്പ് കാരണം ഞാൻ അവിടെ തന്നെ കപ്പുച്ചിയൻ ഫാദേഴ്സിൻ്റെ ഒരു പള്ളിയിൽ ഞാൻ പോയിരുന്നു. അവിടെയും കിഴക്കോട്ട് കഴിഞ്ഞാണ് നമ്മുടെ പോലെയാണ് ത്രോണസ് ഉള്ളത്. അതെ. അപ്പം അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇതായിരുന്നു. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് കത്തോലിക്ക സഭയിൽ പോലും എപ്പോഴും മുഴുവനായിട്ടില്ല എങ്കിലും മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പം അത് ജനങ്ങളെ അഭിമുഖീകരിച്ച് വിശുദ്ധ കുർബാന ചൊല്ലുന്ന ഒരു രീതി വന്നത്. അത് തന്നെ ഏകദേശം 60ഓളം വർഷങ്ങളെടുത്തിട്ടാണ് അവർക്കത് ഇത്രയെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ജനസമൂഹം അതിനെ ഒരു ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് തിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാലം ചെയ്ത പരിശുദ്ധ പാത്രീസ് ബാവ അവർക്കൊരു പ്രത്യേക റൈറ്റ് അനുവദിച്ചിരുന്നു. നമുക്ക് ഊഹിക്കാമല്ലോ, ഇപ്പോൾ 8 ലക്ഷം പേരുടെ ഒരു ജനസമൂഹം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക റീത്തായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ അവരുടെ സംസ്കാരവും അവരുടെ ആരാധനാ രീതികളും അത് അപ്പാടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടും എന്നാൽ അതിനകത്ത് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. വിശുദ്ധ കുർബാന അപ്പവീഞ്ഞുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. വിശുദ്ധ യാക്കോബിൻ്റെ തക്സയാണ് ചൊല്ലുന്നത്. അപ്പോൾ അതൊക്കെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാജുവലി ആ കാര്യത്തിലേക്ക് അവർ വരും. പക്ഷേ അത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് പരിശുദ്ധ പാത്രീസ് ബാവ അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളതായ ഒരു റൈറ്റാണ്. പടിഞ്ഞാറോട്ട് കുർബാന ചൊല്ലിയത് അവിടുത്തെ തിരുമേനിയാണ് ചൊല്ലിയത്. ഞാൻ ആ ഖണ്ഡീപന ഭാഗം മാത്രം ആഘോഷത്തിൻ്റെ ഭാഗം മാത്രമേ ഞാനത് ചെയ്തുള്ളൂ. ഞാൻ കുർബാന ചൊല്ലിയ കുർബാന ചൊല്ലിയത് സെമിനാരിലാണ്. അത് നമ്മുടെ രീതിയിൽ കിഴക്കോട്ട് തിരിഞ്ഞാണ് കുർബാന ചൊല്ലിയത്. അപ്പോൾ സെമിനാരിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. സെമിനാരിയിൽ കിഴക്കോട്ട് തിരിഞ്ഞാണ് കുർബാന ചൊല്ലുന്നത്. എന്നാൽ ഇപ്പോൾ ലോക്കൽ പാരിഷുകളിൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്നാൽ നമ്മുടെ അപ്പവീഞ്ഞുകൾ ഉപയോഗിച്ച് ആണത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മൾ അവരുടെ ആ ഒരു ആരാധനാ രീതികൾ നമ്മൾ പരിശുദ്ധ സഭ പരിശുദ്ധ ദിവസം അംഗീകരിച്ചിരിക്കുന്നതാണ്. എന്നാൽ കാലക്രമേണ അതിലേക്ക് മാറ്റം വരുത്തും. ഇപ്പം നിങ്ങളതിൻ്റെ ആ ഡ്രസ്സുകൾ ശമാശന്മാരുടെ വൈദികരുടെ വസ്ത്രങ്ങളും അംശവസ്ത്രങ്ങളും കുറേയൊക്കെ ഇപ്പോൾ കാത്തലിക്സിൻ്റെ ഒരു വേർഷനാണ് ഉള്ളത്. പക്ഷേ എന്നാൽ സെമിനാരിയിൽ ഇപ്പോൾ പുതിയതായിട്ട് അവർ നമ്മുടെ വസ്ത്രങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മുടെ അച്ഛന്മാരുടെ തൊപ്പികളൊക്കെ പല ജമാച്ചന്മാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാജുവലി അത് മാറി വരും. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് 60 വർഷം എടുത്തിട്ടാണ് അത് പടിഞ്ഞോട്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇനിയും പുതിയ സാഹചര്യത്തിൽ കത്തോലിക്ക സഭ തിരികെ വരുക. അതെ, പല കാരണം അതിൻ്റെ ഒറിജിനൽ അപ്പോസ്തോലിക് വേർഷനും ആദ്യകാല അപ്പോസ്തോലിക സഭകളുടെയും ആ ഒരു രീതി കിഴക്കോട്ട് തിരിഞ്ഞ് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേ എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഈ മലങ്കര ടി വിയെ കുറിച്ചാണ്. മലങ്കര ടി വി വളരെ ചെറിയ അവസ്ഥയിലാണ് 2 വർഷമായി തുടങ്ങിയിട്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഒരു വിപുലീകരണ പരിപാടികളുമായിട്ട് അങ്ങതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുകയും ബഹുമാനപ്പെട്ട ചാലിശ്ശേരി അച്ഛനെ അതിൻ്റെ വൈസ് ചെയർമാനായിട്ട് നിയമിക്കുകയും ചെയ്തു. അത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്ട്രീമിംഗ് TV ആയിട്ട് ഒരു മലങ്കര സഭയുടെ മലങ്കര ആർച്ച് ഡയസിസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനമായി. അതിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നോക്കിക്കാണുന്നു. നമ്മുടെ ഭദ്രാസനത്തിൽ പല പൊട്ടൻഷ്യലും വളരെയധികമുണ്ട്. അമേരിക്കയിലാണ് എന്നുള്ളതും പല രീതിയിലുള്ളതായ അനുകൂല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതേസമയത്ത് തന്നെ പല പരിമിതികളുണ്ട്. കാരണം നമ്മുടെ മൊത്തം അംഗസംഖ്യ കുറവാണ്, 1. 2, ഓരോ നമ്മുടെ ആളുകൾ സ്കാറ്റേഡാണ്.
ചിതറിപ്പാർക്കുന്നതായ ജനങ്ങളാണ്. അവർ ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലം എടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ള നമ്മുടെ സഭയിലെ ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇടവകൾ തുടങ്ങാനോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള സാഹചര്യം ഒരുക്കാനോ സാധിക്കുന്നില്ല ഇപ്പോഴും. കാരണം അത്രയും വൈദികർ നമുക്ക് എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അതേസമയത്ത് പല റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും പരിശുദ്ധ സഭയുമായിട്ട് അതിൻ്റെ ആരാധനകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുവാനുള്ളതായ ആഗ്രഹം നമ്മളെ അറിയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്, അല്ലെങ്കിൽ നെറ്റ് റിസൾട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇൻ്റർനെറ്റ് TV എന്നുള്ളൊരു ആശയം നമുക്ക് വന്നത്. തീർച്ചയായിട്ടും അതിന് ഇതിൻ്റെ ഡയറക്ടറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നതായ ഏലിയാസ്, അതുപോലെ തന്നെ സുനിൽ മഞ്ഞനിക്കര, അതുപോലെ ബാബു തുമ്പയിൽ, ഇപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഗീവറീസ് ജേക്കബ് അച്ഛൻ, അമിൽ പോൾ ഒക്കെ എല്ലാവരുടെയും ഇൻപുട്ട് അതിനകത്തുണ്ടായിരുന്നു. ഇത് സാക്ഷാത്കരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഒരു വലിയ ചലഞ്ച് എന്നുള്ളത് ഈ അൺറീച്ച്ഡ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു മീഡിയ, ഈ ഒരു മാധ്യമം പ്രയോജനകരമായിരിക്കും എന്ന് ഒരു തോന്നൽ വന്നു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ഇതുവരെ എത്താൻ സാധിച്ചത്. അപ്പോൾ ഇതൊരു വലിയ ഒരു കാൽവയ്പ്പാണ്. ഇതിലൂടെ പലരെയും നമുക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചു. ഇവിടെ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കൻ കാനഡയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ സഭാംഗങ്ങൾ അതിനകത്ത് പങ്കെടുക്കുകയും ഇതിൽ ക്ലോസ് ആയിട്ട് മോണിറ്റർ വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് തുടങ്ങിയത്. എന്നാൽ അതിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു. ഇനി അത് മറ്റൊരു തലത്തിലേക്ക്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ആരാധനകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ പല ന്യൂസുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിലുപരിയായിട്ട് ഒരു പ്രസംഗ വേദ പഠന ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രസംഗ പരമ്പരകൾ ഇതൊക്കെ നമ്മൾ ആരംഭിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ സെർമൺസ് നമ്മൾ വളരെ ഇന്നലെ ആരംഭിച്ചു. അപ്പോൾ നല്ല വിദഗ്ധരായ നല്ല വാഗ്മികളായിട്ടുള്ള പ്രസംഗകരെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അത് നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്കത് കേൾക്കുവാനുള്ള അവസരം ഉണ്ടാക്കുക. നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെയുള്ള വൈദികർ, അൽമായക്കാർ, പ്രസംഗിക്കാൻ കഴിവുള്ളവർ, അവരുടെയും ആ കഴിവുകളെ പ്രയോജനപ്പെടുത്തുക. ദൈവവചനം കൂടുതൽ പ്രസിദ്ധമാക്കുവാൻ കഴിയുന്ന ഒരു മീഡിയം, ഒരു മാധ്യമമായിട്ട് നമ്മളതിനെ കാണുന്നു. കൂടാതെ ആരാധനകൾ എല്ലാവർക്കും എത്തിക്കുക, അതിലുപരിയായിട്ട് എല്ലാ ഇടവുകളുമായിട്ടുള്ളൊരു കുറച്ചുകൂടി ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക. ഓരോ ഇടവുകളിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഈവൻറ്റ്സ് അതൊക്കെയും ഇതിലൂടെ ടെലികാസ്റ്റ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നമുക്കത് എത്തിക്കാൻ സാധിക്കും. പിന്നെ സഭയുടെ ഒരു നാവാണ് എപ്പോഴും മീഡിയ എന്ന് പറയുന്നത്. അത് പത്രമായാലും വാർത്താമാധ്യമങ്ങളായാലും വിഷ്വൽ മാധ്യമമായാലും അതിലൂടെയാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നിലവാരം നമ്മൾ ഉയർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ അഭിമാനത്തിൻ്റെ അന്തസ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് അതിലേക്ക് കുറച്ചുകൂടി നിലവാരമുള്ള പ്രോഗ്രാമുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പോൾ അതിന് എല്ലാ ഭാഗത്തുനിന്നും അതിന് നല്ലൊരു സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഭദ്രാസന കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന്, ഭദ്രാസനത്തിൻ്റെ ട്രഷറർ ഇവിടെയുണ്ട്, കൗൺസിലിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ആ കാര്യത്തിൽ നമുക്കുണ്ട്. കഴിഞ്ഞ ഡെലിഗേറ്റ്സ് മീറ്റിങ്ങും അത് വളരെ 100% അതിനനുകൂലമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എത്തിക്കാവുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു മീഡിയമാണ് മലങ്കര TV. ഇപ്പോൾ മലങ്കര TV സോഫാർ അവർ വളരെ നന്നായിട്ട് നിങ്ങളതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ഭംഗിയായിട്ട്, കൂടുതൽ കാര്യക്ഷമമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഏത് ലക്ഷ്യം കൂടി ആരംഭിച്ചോ അത് അതിലേക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ യുവാക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഈ മലങ്കര TVക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷിൽ സെർമൺസും അല്ലെങ്കിൽ എന്തെല്ലാം പരിപാടികൾ, ക്യൂസ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഡിസ്കഷനോ പല കാര്യങ്ങളും അവരെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ കാരണം അവരിലേക്കും കൂടെ റീച്ച് ചെയ്യണം. ഒരു അഡൾട്ട് കമ്മ്യൂണിറ്റി മാത്രം മുതിർന്നവർ മാത്രം വാച്ച് ചെയ്യുന്ന ഒരു ഒരു ചാനലായിട്ട് മാറിയിട്ട് കാര്യമില്ല. നമ്മൾ യു ഷുഡ് ബി ഇമ്പാർട്ടിങ് ടു ദം ഓൾസോ. അല്ല, നമ്മുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് പല ഇടവകളിലും ഫണ്ട് റേസിങ്ങിന് ചെന്നപ്പോൾ വളരെ ഒരു നല്ല ഒരു പ്രതികരണമാണ് എല്ലാവർക്കും നിന്നും കിട്ടുന്നത്. അങ്ങയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഈ കാര്യത്തിൽ പ്രത്യേകം ഞങ്ങളോടുകൂടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാനും അതിനകത്തൊരു പ്രവർത്തകനാണ്. കാരണം ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പരിമിതി ഇതാണ്. പലപ്പോഴും നമ്മൾ ശാരീരികമായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ പോലും വളരെയധികം ജനങ്ങളെ നമുക്ക് അഭിസംബോധന ചെയ്യാവുന്ന ഒരു മീഡിയമാണിത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആണെങ്കിലും ക്രിസ്മസ് സന്ദേശമോ അല്ലെങ്കിൽ മറ്റ് സന്ദേശങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പെട്ടെന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു പൊട്ടൻഷ്യലാണ്, ഒരു സാധ്യതയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ മലങ്കര TV കൂടുതലായിട്ട് ഇപ്പോൾ പ്രചാരത്തിൽ വരാൻ കാരണം തന്നെ സഭയുടെ പൊതു പരിപാടികൾ പലതും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. മറ്റ് പല ചാനലുകളും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ലൈവായിട്ട് തന്നെ നമുക്ക് ലെബനോനിൽ പരിശുദ്ധ പത്രീസ് ബാവയുടെ ഖബറടക്കം ഉൾപ്പെട്ടുള്ള ആ ഭാഗങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ ചെയ്യാൻ സാധിച്ചു. പുതിയ പത്രീസ് ബാവയുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ സ്ഥാനാരോഹണമായിട്ട് ബന്ധപ്പെട്ട് ഡമാസ്കസിലും ലെബനോനിലും നമുക്കത് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഭദ്രാസനത്തിൽ ആദ്യമായിട്ട് കാലിഫോർണിയയിൽ പരിശുദ്ധ പത്രീസ് ബാവ എഴുന്നള്ളിയപ്പോൾ അതും ലൈവായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പല പള്ളികളുടെയും കൂദാശകൾ, അതൊക്കെ ഒരു ജനസമൂഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഒരു പള്ളി കൂദാശ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കത് അതേ ഗാംഭീര്യത്തോടുകൂടി അതേ പ്രാധാന്യത്തോടുകൂടി നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ വേറെ ഏതെല്ലാം രീതിയിൽ നമുക്കിത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഗ്രോ ചെയ്യേണ്ടതാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒത്തിരി സമയം, അങ്ങയുടെ വിലപ്പെട്ട സമയം എടുത്തിട്ടുണ്ട്. മലങ്കര TVയോടൊപ്പം ഇത്രയും സമയം അനുവദിച്ചതിൽ അങ്ങയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മലങ്കര TV എല്ലാവിധമായ ആശംസകളും നേരുന്നു. പരിശുദ്ധ പിതാവിൻ്റെ തന്നെ ഒരു അഭിമുഖം വളരെ ഭംഗിയായിട്ട് എടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതും പല കാര്യങ്ങളും ഈ റീസെൻ്റായിട്ടുള്ള പല കാര്യങ്ങൾ, പല കൺഫ്യൂഷൻസും ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിന് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനെ പലരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അറിയിക്കുകയുണ്ടായി. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവർത്തന വിരസത കൂടാതെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജനത്തിന് കൂടുതൽ ആത്മീയമായൊരു പോഷണം നൽകുവാനായിട്ട് മലങ്കര TVക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മലങ്കര അധിപതിരാസനത്തിൻ്റെ ഈ നോർത്ത് അമേരിക്കൻ ആർച്ച് ഡയസിൻ്റെ എല്ലാവിധമായ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു. ബലഹീനൻ്റെ പ്രാർത്ഥനയും ആശംസകൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.